ഒരു പതിറ്റാണ്ടിന് ശേഷം SFIയുടെ അവസാനത്തെ കുത്തകയും പൊളിച്ചുകൊണ്ടാണ് MSF മുന്നേറ്റം ഉണ്ടാക്കിയത്. ഏത് ക്യാമ്പസുകളും SFI പിടിച്ചാൽ ആ ക്യാമ്പസിൽ പിന്നെ ആർക്കും ജനാധിപത്യം ഉണ്ടാകാറില്ല. അവരുടെ കൊടിയിൽ മാത്രമേ ജനാധിപത്യം ഉണ്ടാകാറുള്ളൂ. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചരിത്രം രചിച്ച് MSF. നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥി യൂണിയൻ MSF തിരിച്ചുപിടിച്ചു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ചരിത്ര വിജയം നേടിയ ആവേശത്തിലാണ് MSF പ്രവർത്തകരും മുസ്ലിം ലീഗ് നേതൃത്വവും. കഴിഞ്ഞ 11 വർഷം SFI കുത്തകയാക്കി വെച്ച പെരിന്തൽമണ്ണ ബോയ്സ് സ്കൂളാണ് MSF തിരിച്ചുപിടിച്ചത്. അതും ബോയ്സിലെ 10ൽ 10 സീറ്റും പിടിച്ചെടുത്ത് ശക്തമായ തിരിച്ചുവരവാണ് MSF നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അടിപിടിയെ തുടർന്ന് ശക്തമായ പോലീസ് നിരീക്ഷണത്തിലാണ് ഇലക്ഷൻ നടന്നത്. MSFിലെ സഹദ് ഫർഹാനെ ചെയർമാനായി തിരഞ്ഞെടുത്തു. ഫാത്തിമ ദിൽനയാണ് ഗേൾസ് ഹൈസ്കൂളിലെ ചെയർപേഴ്സൺ. ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും SFIക്ക് ശക്തമായ തിരിച്ചടി നേരിട്ടു. 10 സീറ്റിൽ 1 സീറ്റ് മാത്രമേ SFIക്ക് ലഭിച്ചുള്ളൂ. നിലനിർത്തിപ്പോയിരുന്ന സ്കൂളിലെ തിരിച്ചടികളുടെ ഞെട്ടലിലാണ് SFI നേതൃത്വം. ആവേശം അതിരിവിട്ട വേളയിൽ പോലീസും MSF പ്രവർത്തകരും നേരിയ സംഘർഷം ഉടലെടുത്തു. ഒരു പതിറ്റാണ്ടിന് ശേഷം SFIയുടെ അവസാന കുത്തകയും പൊളിച്ചുകൊണ്ടാണ് പെരിന്തൽമണ്ണയിൽ MSF ഇതിഹാസം സൃഷ്ടിച്ചതെന്ന് നജീബ് കാന്തപുരം പറഞ്ഞു. ക്യാമ്പസിൽ നിന്നും തുടങ്ങിയ MSFിന്റെ തേരോട്ടം ഹൈസ്കൂളുകളിൽ എത്തിയിരിക്കുകയാണ്. CPMന്റെ അടിവേര് കടപുഴക്കിയാണ് MSFിന്റെ തേരോട്ടമെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. നമ്മളൊരു അതുല്യമായ വിജയത്തിന്റെ ആഘോഷലഹരിയിലാണ് MSFിന്റെ കുട്ടികളുള്ളത്. ഒരു പതിറ്റാണ്ടിന് ശേഷം SFIയുടെ അവസാനത്തെ കുത്തകയും പൊളിച്ചുകൊണ്ടാണ് MSF മുന്നേറ്റം ഉണ്ടാക്കിയത്. ക്യാമ്പസുകളിൽ നിന്ന് തുടങ്ങിയ ഈ തിരമാല ഹൈസ്കൂളുകളെയും വലയം ചെയ്തുകൊണ്ട് CPMന്റെ എല്ലാ വിധത്തിലുള്ള അവരുടെ അടിവേരുകളും കടപുഴക്കി എറിഞ്ഞുകൊണ്ടാണ് MSFിന്റെ കുട്ടികൾ ഈ ഇതിഹാസം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി MSFിന്റെ കാലമാണ്, ഇനി ഞങ്ങളുടെ കുട്ടികളുടെ കാലമാണ്. ഇത്രയും കാലം അവരെ ചവിട്ടി മതിച്ച SFIയോട് ഞങ്ങൾ പറയുന്നത് ജനാധിപത്യം എന്താണെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാൻ പോകുന്ന കാലമാണിനി. ഈ കാലഘട്ടത്തിൽ മുഴുവനും MSFിൻ്റെ ഈ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത MSFിൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ മുഴുവൻ ആളുകൾ ഇവിടെ ഉണ്ട്. ഈ നിയോജകമണ്ഡലത്തിലെ MSFിൻ്റെ പ്രവർത്തകന്മാർ കണ്ണിൽ എണ്ണയൊഴിച്ചാണ് ബോയ്സിനും ഗേൾസും സംരക്ഷിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ കൃത്യമായ മാർജിനകത്ത് എല്ലാതരം ഗൂഢാലോചനകളും നടന്നിട്ട് ആ ഗൂഢാലോചനകളെ മുഴുവനും ഈ പെൺകുട്ടികൾക്കും ഈ ആൺകുട്ടികൾക്കും തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഞങ്ങൾ ഈ കൈവെള്ളയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് SFIയുടെ സകലമാന കുത്തകളെയുമാണ്. ഇനി MSF ഈ ചരിത്രം, പുതിയ ചരിത്രം, ജനാധിപത്യത്തിൻ്റെ ചരിത്രം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഒരു ദിവസത്തിൻ്റെ തലേന്നാണ് നമ്മളുള്ളത്. നമുക്കറിയാം, ഏത് ക്യാമ്പസുകളും SFI പിടിച്ചാൽ ആ ക്യാമ്പസിൽ പിന്നെ ആർക്കും ജനാധിപത്യം ഉണ്ടാകാറില്ല. അവരുടെ കൊടിയിൽ മാത്രമേ ജനാധിപത്യം ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഈ ബോയ്സിലെയും ഗേൾസിലെയും കുട്ടികൾ ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ വഴിയിൽ ഞങ്ങളുടെ എതിരാളികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്ന കാലമാണ്. തീർച്ചയായിട്ടും ഈ വിജയശില്പികളെ, വിജയിച്ച കുട്ടികളെ എല്ലാവരെയും ഹൃദയം തുറന്ന് അനുമോദിക്കുന്നു. MSF പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനമാണ് ഇത്തരം ഒരു വലിയ വിജയത്തിലേക്ക് MSFനെ നയിച്ചതെന്ന് മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു.
രണ്ട് സ്കൂളുകൾ ബോയ്സും ഗേൾസും വളരെ മനോഹരമായി MSF പിടിച്ചെടുത്തിട്ടുണ്ട്. ബോയ്സ് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്, ഗേൾസും എല്ലാവരും വളരെ ഉഷാറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങളുടെ കുട്ടികളെ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ വിജയം നമുക്ക് നേടാനായത്. ഞാൻ എല്ലാവരെയും ആത്മമായിട്ട് അഭ്യർത്ഥിച്ചു. വിജയികളെ ആവേശപൂർവ്വം ഹാരമണിയിച്ച് നേതാക്കൾ സ്വീകരിച്ചു. തുടർന്ന് നഗരം ചുറ്റി ആഹ്ലാദ പ്രകടനവും നടന്നു. ചാനൽ 10 പെരിന്തൽമണ്ണ. നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് IT മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ETC ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം. സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം, സ്മാർട്ട് ഫോൺ ടെക്നോളജി, ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, ഇൻവെർട്ടർ, AC ആൻഡ് റെഫ്രിജറേഷൻ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, CCTV ടെക്നീഷ്യൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ്, കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ, PSC അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകൾ.